സർക്കാർ സ്പോൺസേഡ് പാർട്ടി പരിപാടി എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം. പാർട്ടി നടത്തുന്ന പരിപാടിയിൽ പാർട്ടി അംഗങ്ങളല്ലാതെ അല്ലെങ്കിൽ പാർട്ടി നേതാക്കളല്ലാതെ ഒരുപക്ഷെ പുറത്തും അകത്തുമുള്ള പ്രഗത്ഭരുണ്ടാകാം ഈ വിഷയത്തിൽ. പക്ഷേ കോൺഗ്രസിലെയും BJP-യിലെയും എന്തിന് CPI-യിലെ അംഗങ്ങൾ പോലും ഈ പരിപാടിക്കില്ല എന്ന് പറയുമ്പോൾ അത് പാർട്ടി പരിപാടിയാണ് എന്ന് പറയുന്നതിന് എന്താണ് മടിക്കുന്നത്? ഇതിൽ റിപ്പോർട്ടർ പോലെയുള്ള ഒരു ചാനൽ ഒരു ദോഷൈക ദൃക്കായി മാറുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായം ഞാൻ ആദ്യമായി രേഖപ്പെടുത്തുകയാണ്. ഇപ്പോൾ AKG പഠന ഗവേഷണ കേന്ദ്രം എന്ന സ്ഥാപനം ഈ കേരളത്തിലാകെ അറിയൽ തന്നെ വികസനവുമായി ബന്ധപ്പെട്ട നമ്മൾ നേരത്തെ കൈകാര്യം ചെയ്ത ജനകീയ ആസൂത്രണം, അതുപോലെ തന്നെ ആസൂത്രണ വികേന്ദ്രീകരണം, ഇങ്ങനെ നാനാതരത്തിൽ കേരളത്തിൽ നടപ്പാക്കപ്പെട്ടിട്ടുള്ള പദ്ധതികൾ അവ ആദ്യം ആരംഭിച്ചത് ഈ അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസിൻ്റെ ഭാഗമായി ഉള്ള ചർച്ചകളെയും നിഗമനങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിയാണ് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ വിസ്മരിക്കരുത്. ഇപ്പോൾ AKG പഠന ഗവേഷണ കേന്ദ്രം എന്ന് പറയുന്നത് അതിന് ഇപ്പോൾ തിരുവനന്തപുരത്ത് ആണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആസ്ഥാന കേന്ദ്രം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ ആസ്ഥാന കേന്ദ്രത്തിന് സ്ഥലം അനുവദിച്ചത്, തിരുവനന്തപുരം നഗരത്തിന് ഹൃദയഭാഗത്ത് സ്ഥലം അനുവദിച്ചത് AK ആൻ്റണി മുഖ്യമന്ത്രിയായിട്ടുള്ള ഗവൺമെൻറ്റാണ്. കാരണം അത് ഈ കേരളത്തിൻ്റെ വികസനവും നിരവധി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവേഷണം സംഘടിപ്പിക്കുന്ന ഒരു വലിയ സ്ഥാപനമാണ്. ആ സ്ഥാപനം കണ്ണൂർ ജില്ലയിലെ പാട്യം ഗോപാലൻ പഠന ഗവേഷണ കേന്ദ്രവും കണ്ണൂർ ജില്ലക്കകത്തുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് കഴിഞ്ഞ 28 വർഷക്കാലമായിട്ട് കേരളത്തിലെ ജനകീയ ആസൂത്രണ രംഗത്തുണ്ടായിട്ടുള്ള എന്താണ് ഇതിൻ്റെ ഫലം, അതിൻ്റെ ദോഷങ്ങൾ എന്താണ്, എന്തെങ്കിലും പരിഹരിക്കേണ്ട പോരായ്മയുണ്ടോ, ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ കഴിയുക, ഈ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം അധികാര വികേന്ദ്രീകരണവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും എന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന ഒരു സെമിനാറാണിത്. അത് നിങ്ങളുടെ ഈ തലക്കെട്ട് കാണുന്ന പോലെ അങ്ങനെ പാർട്ടി പരിപാടിയാവുക? പിന്നെ ആ പരിപാടിക്കകത്ത് പാർട്ടിക്കാർ മാത്രമേ പങ്കെടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ, കണ്ണൂർ കോർപ്പറേഷൻ മേയർ പാർട്ടിക്കാരനാണോ? ലീഗല്ലേ? ഞങ്ങൾ ജയറാൻ അപേക്ഷനെ ക്ഷണിച്ചിട്ടുണ്ട്, അദ്ദേഹം കോൺഗ്രസ് ആണോ? അദ്ദേഹം CPM ആണോ? കണ്ണൂർ ജില്ലക്കകത്തുള്ള നിരവധി പഞ്ചായത്തുകളിൽ പ്രസിഡന്റുമാർ ഇതിൽ ആരെയും പ്രത്യേകം ക്ഷണിക്കുന്നതല്ല, അവരെല്ലാം പരിപാടിക്കകത്ത് പങ്കെടുക്കുന്നതാണ്. നിരവധി പഞ്ചായത്തിലെ അധ്യക്ഷന്മാർ ഈ പരിപാടിക്കകത്ത് പങ്കെടുക്കുന്നുണ്ട്. അല്ല, അവരിൽ നിന്ന് വന്നിരിക്കുന്ന പ്രതികരണം കൊണ്ടാണല്ലോ ഇതൊരു വാർത്തയാകുന്നത്. ശ്രീ M പ്രകാശൻ, ദോഷൈക ദൃക്കല്ല, അതിൽ പ്രതികരണങ്ങൾ UDF-ന്റെ ഭാഗത്തു നിന്നും BJP-യുടെ ഭാഗത്തും വന്നതുകൊണ്ടാണല്ലോ ഇത് വാർത്തയാകുന്നത്. കോർപ്പറേഷൻ UDF ഭരിക്കുന്നു, താങ്കൾ പറഞ്ഞ ശരിയാണ്. ജില്ലാ പഞ്ചായത്ത് LDF ഭരിക്കുന്നു, മുനിസിപ്പാലിറ്റിയിൽ LDF 6-ഉം UDF 3-ഉം, ബ്ലോക്ക് പഞ്ചായത്തിൽ LDF 10-ഉം UDF 1-ഉം എന്നൊക്കെയാണ് കണക്ക്. പക്ഷേ UDF-ലെ അംഗങ്ങൾ അല്ലെങ്കിൽ BJP-യിലെ അംഗങ്ങൾ, പ്രതിപക്ഷത്തുള്ള ഒരു നേതാവിൻ്റെ പേരും, എന്തിന് CPI-യിലെ ഒരു നേതാവിൻ്റെ പേര് പോലും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനില്ല. മുഴുവൻ CPIM, DYFI, SFI നേതാക്കൾ മാത്രം പങ്കെടുക്കുന്ന പരിപാടി. ആ പരിപാടിയിൽ സർക്കാർ നിർബന്ധിതമായി തദ്ദേശ സ്ഥാപനങ്ങളോട് പണം തരാൻ ആവശ്യപ്പെടുന്നു എന്നുള്ളിടത്താണ് ഈ പ്രതിപക്ഷ പാർട്ടികൾ എതിർപ്പ് രേഖപ്പെടുത്തുന്നത്. ഈ പരിപാടി, ഒരു സമഗ്രമായ പരിപാടി, താങ്കൾ പറഞ്ഞതുപോലെ ഒരു പ്രധാനപ്പെട്ട വിഷയം കൈകാര്യം ചെയ്യുന്നു എന്ന് വരുമ്പോൾ എല്ലാ വിഭാഗത്തിൽ നിന്നും എല്ലാ പാർട്ടികളിൽ നിന്നും പ്രതിനിധികൾ വേണ്ടേ? ക്ഷണിച്ചു എന്ന് പറയുമ്പോൾ അവർ പറയുന്നു ക്ഷണമില്ല എന്ന്. അല്ല, ഇതിൽ ഈ പരിപാടിയുടെ വിശദാംശം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നറിയില്ല. അവർ നേരത്തെ തന്നെ ഈ 2 സംഘടനകളും തദ്ദേശ സ്ഥാപനങ്ങളും ചേർന്നൊരു കമ്മിറ്റി ഉണ്ടാക്കി. അവർ ഈ കേരളത്തിലും അതുപോലെ കേരളത്തിന് പുറത്തുമുള്ള എല്ലാ വിഭാഗം ആളുകൾക്കും പങ്കെടുക്കാൻ പാകത്തിൽ ഓൺലൈനാണ് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ആരെങ്കിലും ക്ഷണിച്ചിട്ടല്ല. കേരളത്തിലുള്ള എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും പങ്കെടുക്കാൻ കഴിയുന്ന രൂപത്തിൽ ഓപ്പൺ രജിസ്ട്രേഷനാണ്. ഏതെങ്കിലും പാർട്ടിക്കാർക്ക് നിരോധനമോ ഏതെങ്കിലും പാർട്ടിക്കാർക്ക് പ്രത്യേക പരിഗണനയുമില്ല. ആര് പങ്കെടുക്കുന്നെങ്കിലും ഒരേ രജിസ്ട്രേഷൻ ഫീ ആണ്. അപ്പോൾ ഏതെങ്കിലും പാർട്ടിക്കാരെ മാത്രം പങ്കെടുപ്പിച്ചത് നടത്തൊരു പരിപാടിയല്ല. മാത്രമല്ല, നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, ഈ പരിപാടിക്കകത്ത് നേരത്തെ കേരളം ഭരിച്ചിട്ടുള്ള UDF ഉൾപ്പെടെയുള്ള ഗവൺമെൻറ്റുകളിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ മന്ത്രിമാരെയും ക്ഷണിച്ചിട്ടുണ്ട്. അവർ മിക്കവാറും ആളുകൾ ഈ പരിപാടിക്കകത്ത് പങ്കെടുക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യത്ത് അറിയപ്പെടുന്ന ധാരാളം അക്കാഡമിഷ്യന്മാർ, കേരളത്തിലുള്ള ധാരാളം അക്കാഡമിഷ്യന്മാർ, അവരെല്ലാം ഈ പരിപാടിക്കകത്ത് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേവലം CPM പരിപാടിയാണ് എന്നുള്ളത് ഞാനിവിടെ പറഞ്ഞത് ഈ പറയുന്ന UDF-കാർ പറയുന്ന ആ UDF-കാരെ സംബന്ധിച്ച് കഴിഞ്ഞ 8 കൊല്ലക്കാലമുള്ള നില എന്താ? LDF-ന്റെ ഗവൺമെന്റ് ആണോ ചെയ്യുന്നത്? അത് തെറ്റാണ്, അത് നടക്കാൻ പാടില്ല. അല്ല, പരിപാടി നടക്കട്ടെ. എന്തിനാണ് ഈ പണം പിരിവ്? എന്താണ് തദ്ദേശ സ്ഥാപനങ്ങൾ ഈ 50,000 വീതം പിരിച്ചു നൽകണം എന്ന് പറയുന്നിടത്താണ് അവരുടെ എതിർപ്പ് വരുന്നത്. അതിൽ ഈ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, അവിടുത്തെ
കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പറഞ്ഞ കാര്യം AKG പഠന ഗവേഷണ കേന്ദ്രത്തിന്റെയും പാട്യം ഗോപാലൻ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ നടക്കുന്ന പരിപാടി, അതിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായുള്ള മോർണിംഗ് വാക്ക് എന്ന പരിപാടി കണ്ണൂർ കാൽടെക്സിൽ ഫ്ളാഗ് ഓഫ് ചെയ്തത് കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയനാണ്. അദ്ദേഹം സർവീസ് ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. PP ദിവ്യയുമായി ബന്ധപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയനായ ജില്ലാ കളക്ടർ CPM-നോട് വിധേയത്വം കാണിക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസിന്റെ പരാതി. ഈ തങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ എല്ലാം ശരിയാണ്, തങ്ങൾക്കെതിരാണെങ്കിൽ എല്ലാം തെറ്റാണെന്നുള്ളത് UDF-ൻ്റെയും കോൺഗ്രസിൻ്റെയും BJP-യുടെയും കഴിഞ്ഞ കുറച്ചു കാലത്തെ സമവാക്യമാണ്. ഈ കഴിഞ്ഞ 8 കൊല്ലക്കാലം കേരളത്തിൽ ഏതെങ്കിലും ഒരു നല്ല പരിപാടിക്ക് ഐക്യജനാധിപത്യ മുന്നണിയോ കോൺഗ്രസോ ഏതെങ്കിലും നിലക്ക് പ്രഖ്യാപിച്ച ഒരൊറ്റ പരിപാടിയുടെ പേര് നിങ്ങൾ പറയൂ. അല്ല, ഈ പരിപാടിയിൽ സഹകരിച്ച കോൺഗ്രസ് നേതാക്കളുടെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ കണ്ടറിഞ്ഞ് വന്നു നടത്തുന്നു എന്നാണോ ഇതിനെ പറയേണ്ടത്? എല്ലാവരും കൂടി ചേർന്ന പരിപാടിയാണെന്ന് ബോധ്യപ്പെടുത്താൻ കഴിയണ്ടേ ശ്രീ M പ്രകാശൻ? ഇത് നോക്കൂ, ഈ പരിപാടിയുടെ സംഘാടക സമിതി ഓഫീസ് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ ഉദ്ഘാടനം ചെയ്യുന്നു. ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, സംസ്ഥാന കമ്മിറ്റി അംഗം TV രാജേഷ്, താങ്കൾ പങ്കെടുത്തു. താങ്കളുടെ പേരുണ്ട്. P ഹരീന്ദ്രൻ, P പുരുഷോത്തമൻ, PK ശ്യാമള, KP സുധാകരൻ, KC ഹരീഷ്ണൻ, C കൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KK രത്നകുമാരി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഒഴിച്ച് ബാക്കിയെല്ലാം പാർട്ടി നേതാക്കളാണ്. അതെന്ത് പരിപാടിയാണ്? പാർട്ടി പരിപാടിയാണ്. സമ്മതിച്ചാ പോരെ? പറഞ്ഞത് ഈ കാര്യങ്ങളെ അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ സ്ഥാപിക്കണമെന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ജയറാം രമേശ് ഈ പരിപാടിക്കകത്ത് ക്ഷണിച്ചിട്ടുണ്ട്. അതുപോലെ കണ്ണൂരിലെ മേയർ ഈ പരിപാടിക്കകത്ത് പങ്കെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. CPI-യുടെ MP സന്തോഷ് ഈ പരിപാടിക്കകത്ത് പങ്കെടുക്കുന്നുണ്ട്. സജി ജോസഫ് MLA ഞങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നുണ്ട്. എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഇതിൽ കോൺഗ്രസിൻ്റെ നിന്നോ ലീഗിൽ നിന്നോ CPM-ന്റെ നിന്നോ വ്യത്യാസമില്ലാതെ ഈ പരിപാടിക്കകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കമ്മിറ്റി ഉണ്ടാക്കിയതാരെന്ന് വിശദീകരിക്കാമോ ശ്രീ M പ്രകാശൻ? കമ്മിറ്റി ആരാണ് ഉണ്ടാക്കിയത്? ആരൊക്കെ ചേർന്നാണ് കമ്മിറ്റി ഉണ്ടാക്കിയത്? കമ്മിറ്റി ഉണ്ടാക്കി ഈ രണ്ട് സംഘടനകളും ചേർന്ന് ക്ഷണിച്ചതാണ്. AKG പഠന ഗവേഷണ കേന്ദ്രവും ഞാൻ പറയട്ടെ, രണ്ടല്ല കേരള പഞ്ചായത്ത് അസോസിയേഷനും അതുപോലെ കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ, ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ, മുനിസിപ്പാലിറ്റികളുടെ ചേംബേഴ്സ് ഇതെല്ലാം ചേർന്നാണല്ലോ സ്വാഗതസംഘം വിളിച്ചു ചേർത്തത്. അപ്പോൾ അതെങ്ങനെയായി പറയുന്ന പോലെ ഒരു പാർട്ടി CPM-ന്റെ ആരുമില്ല. പിന്നെ ഇപ്പം ഞാൻ MLA ആയ ആളാണ്, പക്ഷെ ഞാൻ AKG പഠന ഗവേഷണ കേന്ദ്രത്തിലും പാട്യം ഗോപാലൻ പഠന ഗവേഷണ കേന്ദ്രത്തിലും CPM ബന്ധമില്ലാത്തവരാണോ? CPM ബന്ധമുള്ളവർ തന്നെയാണല്ലോ ഉള്ളത്. അതിൽ തെറ്റില്ല. ഞാൻ ചോദിക്കുന്നത് ബാക്കിയുള്ളവരും ഇല്ലല്ലോ എന്നാണ് ചോദ്യം. നിങ്ങൾ പറയുന്നെന്താ? ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇവിടെ AKG പഠന ഗവേഷണ കേന്ദ്രവും പാട്യം ഗോപാലൻ പഠന ഗവേഷണ കേന്ദ്രവും പാർട്ടിയുടെ മാത്രം സ്ഥാപനങ്ങളാണ് നിങ്ങൾ പറയുന്നത്. എന്ത് അടിസ്ഥാനത്തിലാണ് ഞാൻ ചോദിച്ചത്? ഞാൻ പറഞ്ഞത് AKG പഠന ഗവേഷണ കേന്ദ്രം സ്വതന്ത്രമായി രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു സംവിധാനമാണ്. പാട്യം ഗവേഷണ കേന്ദ്രം. അതെ, ഞാനൊരു കാര്യം പറഞ്ഞത്, അതിനാവശ്യമായിട്ടുള്ള സ്ഥലം സൗജന്യമായി കൊടുത്തത് അതൊക്കെ ഓരോ സർക്കാർ കാലത്ത് ചെയ്യുന്ന മര്യാദയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് സമ്മതിച്ചു. ഒരു ഗവേഷണ കേന്ദ്രം തുടങ്ങുന്നതിലൊന്നും തെറ്റില്ലെന്ന് ഞാൻ ചോദിക്കുന്നത്. ഈ പരിപാടി ഇതൊരു പാർട്ടി പരിപാടിയല്ല എന്ന് തെളിയിക്കുന്ന എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നോട്ട് വെക്കാൻ കഴിയും ശ്രീ M പ്രകാശൻ? അങ്ങനെയല്ല, ഇതൊരു പാർട്ടി പരിപാടിയാണ്. അതിൽ സർക്കാർ നിർബന്ധിതമായി തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് പണം പിരിക്കുന്നു എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. അതിനൊരു മറുപടി ഉണ്ടോ? ഞാൻ പറയാം, എനിക്ക് സമയം തന്നാൽ മതി. ഇന്ത്യയിലുള്ള തദ്ദേശ സ്വയംഭരണ രംഗത്തെ പ്രധാന നേതാക്കന്മാരെ എല്ലാം ഞങ്ങൾ ക്ഷണിക്കുന്നുണ്ട്. ഇതര സംസ്ഥാനങ്ങളിലുള്ള തദ്ദേശ മന്ത്രിമാർ അവരെല്ലാം ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്. അവർ കുറേ ആളുകൾ ഈ പരിപാടിക്കകത്ത് പങ്കെടുക്കും. കേരളത്തിലെ മുൻ തദ്ദേശ മന്ത്രിമാർ എല്ലാം UDF ആവട്ടെ LDF ആവട്ടെ ഈ പരിപാടിക്കകത്ത് പങ്കെടുക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ ഈ ആസൂത്രണ രംഗത്തെ വിദഗ്ധമാരായിട്ട് ആളുകൾ ഈ പരിപാടിക്കകത്ത് ക്ഷണിച്ചിട്ടില്ല എന്ന് ശ്രീ M പ്രകാശൻ. താങ്കൾക്ക് മറ്റ് സംസ്ഥാനങ്ങളിലെ നേതാക്കളെ ചൂണ്ടിക്കാണിക്കാൻ പറ്റും. അത് നല്ല എളുപ്പമുള്ള കാര്യമാണ്, അത് ചെയ്യാവുന്ന കാര്യവുമാണ്. നിങ്ങൾക്ക് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളെ ക്ഷണിക്കാൻ പറ്റുമോ? കോൺഗ്രസ് നേതാക്കളെ ക്ഷണിച്ചിട്ടില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുകയാണല്ലോ. ഞങ്ങളെ ക്ഷണിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ക്ഷണിച്ചവരുടെ പേര് ഞാൻ പറഞ്ഞല്ലോ. സജി ജോസഫ് MLA ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്. CPI-യുടെ സന്തോഷ് MP ഈ പരിപാടിക്കകത്ത് പങ്കെടുക്കും. നിങ്ങളുടെ UDF-ന്റെ മേയർ മുസ്ലിം അദ്ദേഹം ഈ പരിപാടിക്കകത്ത് പങ്കെടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ പങ്കെടുക്കുന്നില്ല എന്ന് പറയുന്നത് അടിസ്ഥാനത്തിലാ? പിന്നെ നിങ്ങൾ പറയുന്നത് കേട്ടാ തോന്നുക കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായിട്ട് ഇത്തരം ഒരു സ്വതന്ത്ര സ്ഥാപനത്തിന് സഹായം നൽകുന്നു എന്നല്ലേ? ഞാൻ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് പുറപ്പെടുവിച്ച തദ്ദേശ വകുപ്പിന്റെ ഒരു ഉത്തരവ് വായിക്കാം. ആ ഉത്തരവിന്റെ അവസാന ഭാഗം മാത്രമേ ഞാൻ വായിക്കുന്നുള്ളൂ. ഇവിടെ കോഴിക്കോട് CH മുഹമ്മദ് കോയ
ചെയർ ഫോർ സ്റ്റഡീസ് ഓൺ ഡെവലപ്പിംഗ് സൊസൈറ്റീസ് എന്ന സ്ഥാപനത്തിന് ഗവേഷണത്തിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനുമായി സംസ്ഥാനത്താകെയുള്ള ജില്ലാ പഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ എന്നിവർ പരമാവധി 50,000 രൂപയും ഗ്രാമപഞ്ചായത്തുകൾ പരമാവധി 25,000 രൂപയും അവരവരുടെ കമ്മിറ്റി തീരുമാനത്തിന് വിധേയമായി തനത് ജനറൽ സർപ്ലസ് ഫണ്ടിൽ നിന്ന് ധനസഹായം നൽകുന്നതിന് യഥേഷ്ടാനുമതി നൽകി ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. തദ്ദേശ ഭരണ വകുപ്പിന്റെ 18/2/2016 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ സമയത്ത് നമ്പർ 660/2016 തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഉത്തരവാണ്. ഒപ്പിട്ടിരിക്കുന്ന പി റംലത്ത് ഡെപ്യൂട്ടി സെക്രട്ടറിയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇതേതാ സ്ഥാപനം? ഈ മുഹമ്മദ് കോയ ചെയർ ഫോർ സ്റ്റഡീസ് ഓൺ ഡെവലപ്പിംഗ് സൊസൈറ്റീസ് എന്ന് പറയുന്നത് ലീഗ് മാത്രമുള്ള സ്ഥാപനമല്ലേ? വേറെ ആരെങ്കിലും എണ്ണത്തിന് നിങ്ങൾക്ക് പറയാൻ കഴിയും? അവർക്ക് സംസ്ഥാനത്താകെയുള്ള പഞ്ചായത്തിനാണ്. മാത്രമല്ല, തനത് ഫണ്ടിൽ നിന്നും ജനറൽ പർപ്പസ് ഫണ്ടിൽ നിന്നും മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് അനുവദിച്ച ഫണ്ടിൽ നിന്നും ഉൾപ്പെടെ സഹായം കൊടുക്കാം എന്ന് ഉത്തരവ് പുറപ്പെടുവിച്ചത് ഉമ്മൻചാണ്ടി ഗവൺമെന്റാണ്. ഇവിടെ ഇപ്പോഴത്തെ ഉത്തരവുകൾ വായിച്ചിട്ടുണ്ടോ? കണ്ണൂർ ജില്ലക്കകത്തുള്ള തദ്ദേശ സ്ഥാപനങ്ങൾ ഒരു പഠന ഗവേഷണ കേന്ദ്രത്തിന് സഹായം നൽകുക, അതിൽ രാഷ്ട്രീയ പാർട്ടി നോക്കാതെ ആ പഠനം നടത്തുന്ന പഠനത്തിനനുസരിച്ച്, ഇപ്പോൾ അത് ഈ പറയുന്ന പോലെ AKG പഠന ഗവേഷണ കേന്ദ്രത്തിനാണെങ്കിലും താങ്കൾ അതേപോലെ സ്ഥലം കൊടുത്തതും അതിലൊന്നും തെറ്റില്ലെന്നേ. ഞാൻ ചോദിക്കുന്നത് ഈ പരിപാടി നടത്തുന്നതിനെ കുറിച്ചാണ്. ഒരു സെമിനാർ സംഘടിപ്പിക്കുമ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും പണം പിരിക്കുന്നത് എത്രത്തോളം ശരിയാണ്? ആ പരിപാടി പൂർണ്ണമായും CPM നേതൃത്വത്തിൽ CPM അംഗങ്ങളും CPM നേതാക്കളും പങ്കെടുക്കുന്ന പരിപാടിയാകുമ്പോൾ അത് ശരിയല്ല എന്ന് പ്രതിപക്ഷ പാർട്ടികൾ പറയുമ്പോൾ അതിന് മറുപടിയുണ്ടോ എന്നുള്ളതാണ്. തദ്ദേശ സ്ഥാപനങ്ങൾ പല പരിപാടികൾക്കായി അല്ലെങ്കിൽ ഗവേഷണങ്ങൾക്കായി പണം നൽകുന്നതും തെറ്റാണെന്നതും നമ്മൾ സ്ഥാപിക്കാനേ ശ്രമിക്കുന്നില്ല. ഒരു സെമിനാർ സംഘടിപ്പിക്കാൻ എങ്ങനെയാണ് തദ്ദേശ സ്ഥാപനങ്ങൾ നിർബന്ധിതമായി 50,000 രൂപ വീതം കൊടുക്കുക എന്നുള്ളതാണ് ചോദ്യം. കേരളത്തിൽ 5ാമത്തെ സെമിനാറാണ്, ഒന്നാമത്തെ ഒന്നുമല്ല. അപ്പൊ അതാണ് എനിക്ക് അറിയേണ്ടത്. ഈ 5 സെമിനാർ ഇങ്ങനെ തന്നെയായിരുന്നു എന്ന് പറയുന്നത് 4 തവണ. ഈ 4 സെമിനാറും സർക്കാർ തന്നെയാണോ? സെമിനാറില്ലാതെ ആണോ? സർക്കാർ സഹായം ഉണ്ടായിട്ടുണ്ട്. എല്ലാ സന്ദർഭവും സർക്കാർ സഹായം ഉണ്ടായിട്ടുണ്ട്. UDF ഭരിക്കുന്ന കാലത്ത് ഉണ്ടായിട്ടുണ്ട്. പിന്നെന്താ, EMSന്റെ കാലത്ത് ആരംഭിച്ചതാണല്ലോ ഇത്. ഞാനതാണ് പറഞ്ഞത്, കേരളത്തിലെ വികസന രംഗത്ത് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ജനകീയ ആസൂത്രണം, അതുപോലെ തന്നെ ആസൂത്രണ വികേന്ദ്രീകരണം, അതുപോലെ കുടുംബശ്രീ പരിപാടി ഉൾപ്പെടെയുള്ള പരിപാടികൾക്കെല്ലാം രൂപം കൊടുത്തത് ഈ കോൺഗ്രസ് ആണ്. നിങ്ങൾ പരിശോധിച്ചാൽ കാണാം. ഈ കോൺഗ്രസിനകത്ത് ചർച്ച ചെയ്യപ്പെട്ട ഇതിനെല്ലാം ഈ രേഖകൾ പൂർണ്ണമായിട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ 56 സെമിനാറുകൾ നടക്കുകയാണ് ഒരു വിഷയത്തെക്കുറിച്ചല്ല. 56 വിഷയങ്ങളെ സംബന്ധിച്ച് 1200 പേര്, ഏതാണ്ട് 900 പേര് രജിസ്റ്റർ ചെയ്തല്ലോ. മനസ്സിലായിരുന്നല്ല, 1200 ആളുകൾ പങ്കെടുക്കുന്ന 3 ദിവസക്കാലം നീണ്ടുനിൽക്കുന്ന സെമിനാർ പ്രമുഖരെ പങ്കെടുപ്പിക്കാൻ പറ്റുന്ന അല്ലല്ല. പഠന കോൺഗ്രസുകൾ ഇതിനു മുമ്പും കണ്ണൂരിൽ നടത്തിയിട്ടുണ്ട്. ശരിയാണ് താങ്കൾ പറഞ്ഞത്. ഒരു പരിപാടിയിൽ മുൻപ് ഞാനും പങ്കെടുത്തിട്ടുണ്ട്. ഒരു പരിപാടിയിൽ, ഒരു മാധ്യമ സെമിനാറിന്റെ പരിപാടിയിൽ ഞാനും പങ്കെടുത്തിട്ടുണ്ട്. അതല്ല നോക്കിയത്, തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും പൈസ അങ്ങനെ പിരിക്കുന്നതിൽ തെറ്റില്ല എന്ന് കരുതുകയാണെങ്കിൽ നമുക്ക് നോക്കാം. ലീഗിനെ പറ്റി താങ്കൾ പറഞ്ഞല്ലോ. Debate with Smriti Parathikkad.